ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ പാൻറ്റിൻ്റെ സെൻറ്റർ ഭാഗം എപ്പോഴും സ്റ്റിച്ച് വിട്ടു പോകാറുണ്ടോ? അതേപോലെ നമ്മൾ പാൻറ്റ് ഇട്ട് കഴിയുമ്പോൾ ഒരു വശത്ത് നിന്ന് സൈഡിൽ ഒരു വശത്ത് നിന്ന് പാൻറ്റ് ചുരുങ്ങി മുകളിലേക്ക് വലിഞ്ഞ് നിൽക്കാറുണ്ടോ? ഇങ്ങനെ പാൻറ്റിനുണ്ടാകുന്ന മിക്ക പ്രശ്നങ്ങൾക്കും കാരണം നോച്ച് ലെങ്തും നോച്ച് വിഡ്ത്തും കറക്റ്റ് എടുക്കാത്തതുകൊണ്ടാണ്. നോച്ച് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് ലെങ്താണ്. നോച്ച് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ സീറ്റ് ലെങ്ത് മാർക്ക് ചെയ്തിട്ടൊരു കർവ് മാർക്ക് ചെയ്യുമല്ലോ, ആ ഒരു കർവിനാണ് ക്രോച്ച് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. ഏത് ടൈപ്പ് പാൻ്റ് ആണെങ്കിലും ആ ഒരു കർവ് മാർക്ക് ചെയ്യുമ്പോൾ 20-നും 30-നും ഇടയിലാണ് നിങ്ങളുടെ സീറ്റ് വണ്ണമെങ്കിൽ 2 ഇഞ്ചും, 30-നും 40-നും ഇടയ്ക്കാണെങ്കിൽ 2.5ഉം, 40-നും 50-നും ഇടയ്ക്കാണെങ്കിൽ 3 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ഇഞ്ച് വരെയൊക്കെ നമുക്കിതിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ് കേട്ടോ. നമുക്കിനി സ്ട്രെയിറ്റ് പാൻറ്റ്, പാരലൽ പാൻറ്റ്, പെൻസിൽ പാൻറ്റ് ഇതുപോലുള്ള സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള പാൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതായത് നമ്മൾ കുറച്ച് വണ്ണം കുറഞ്ഞ ടൈപ്പിലുള്ള പാൻറ്റുകൾ. ഇതിനൊക്കെ നമ്മൾ ക്രോച്ച് ലെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ സീറ്റ് വണ്ണത്തെ 4 കൊണ്ട് ഭാഗിച്ചിട്ട് 2 കൊണ്ട് ആഡ് ചെയ്യണം. അതൊരു 50 ഇഞ്ചിന് മുകളിൽ വണ്ണമാണ് സീറ്റ് വണ്ണത്തിൽ ഉള്ളതെങ്കിൽ സീറ്റ് ഭാഗം 4, ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ടങ്ങ് മാർക്ക് ചെയ്താൽ മതിയായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ പാട്ടിയാല പാൻറ്റ്, ചുരി ബോട്ടം, പലാസോ ഇതേപോലുള്ള പാൻറ്റുകൾക്ക് ലെങ്ത് എത്രയാണോ, അതായത് നമ്മുടെ ഫുൾ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ 5 കൂട്ടണം. കൂട്ടിയ ശേഷം 3 കൊണ്ട് ഭാഗിച്ചെടുക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.